ഷാരോൺ പനിനീർപ്പൂവേ, നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർ അടുത്ത് ചെന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ആമേൻ. യേശുവും ശിഷ്യന്മാരുമായി ഒരുമിച്ചുള്ള യാത്രയിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നൊരു വാക്കാണ് ഈ വാക്ക്. തിരകളും കാറ്റുകളും ആഞ്ഞടിച്ച് പടക് ആടി ഉലയുമ്പോൾ കിടന്നുറങ്ങുന്ന യേശു, എന്നാൽ അതിനകത്ത് ഭയപ്പെട്ട് ഭീരുക്കളായിരിക്കുന്ന ശിഷ്യന്മാർ അവർ യേശുവിനെ ചെന്ന് ഉണർത്തിയിട്ട് പറയുക, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ അറിയാതെ നമ്മൾ പറയുന്ന കാര്യമാണ്, ഞാൻ തകർന്നുപോയി, ഞാൻ നശിച്ചുപോയി. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും യേശു എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ആ സമയത്ത് അവർക്ക് യേശുവിനെ ദൃശ്യമായിട്ട് കാണാം. യേശു ദൂരെയല്ല, കൂടെയുണ്ട്. സ്തോത്രം. യേശു ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ യേശുവിൻ്റെ പ്രതികരണം എന്താണ്? യേശു അതിനോട് എങ്ങനെയാണ് ഇടപെടുന്നത്? നിങ്ങളത് ശ്രദ്ധിച്ച് ആ യേശുവിനോട് കൂടെ തുടരുക. ഇന്ന് കർത്താവ് എന്നോട് പറയുന്നൊരു കാര്യം, വെറുതെ പറയുന്ന ചില വാക്കുകളെ മാറ്റുക. ഞാൻ നശിച്ചു പോവും, ഞാൻ തകർന്നു പോവും, ഞാൻ ഉടഞ്ഞു പോവും. ഇല്ല, കൂടെ യേശു ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നേ? പണമില്ലായിരിക്കാം, ജോലിയില്ലായിരിക്കാം, നല്ല ബന്ധങ്ങളില്ലായിരിക്കാം, നല്ല സാധ്യതകളില്ലായിരിക്കാം, പക്ഷെ കൂടെ യേശു ഉണ്ടല്ലോ. യേശു കർത്താവ് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചൊരു വ്യക്തിയല്ലേ. അവൻ ഹൃദയത്തിനകത്തുണ്ടല്ലോ. പിന്നെ എങ്ങനെ നശിക്കും? എങ്ങനെ തകർന്നു പോകും നിങ്ങൾ? കാരണം യേശുവില്ലാത്തൊരു വ്യക്തി അങ്ങനെ പറഞ്ഞാൽ സാരമില്ല, നിങ്ങളത് പറയരുത്. കാരണം യേശു കൂടെയുണ്ട്. യേശു പടകിലല്ല, യേശു ഹൃദയത്തിനകത്ത് കേട്ടോ. നശിക്കത്തില്ല, നശിക്കത്തില്ല. ഹല്ലേലൂയ. ഞാനിന്ന് ആത്മാവിൽ നിങ്ങളോട് ഉറപ്പിച്ച് പറയും, ചില വലിയ പ്രതിസന്ധികൾ കണ്ട് തീർന്നു പോകും, ഇവിടെ മുങ്ങിത്താഴും. ചില കടക്കണിയിലും ചില രോഗത്തിൻ്റെ മൂർധന്യമായ അവസ്ഥയിലും കടന്നു പോകുന്ന ചിലർ ഇന്ന് ആദ്യമായിട്ടിത് കേൾക്കുന്നുണ്ട്, വേറെ ചിലർ കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, തകരത്തില്ല, അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം യേശു നിന്റെ പടകിലല്ല, യേശു നിന്റെ ഹൃദയത്തിലാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം നിന്റെ സീസൺ വരുന്നതേ ഉള്ളൂ. ആമേൻ. ഇതൊരു നിന്റെ ട്രെയിനിങ് പീരീഡാണ്. നാളുകളിൽ ആയിരങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അനേകർക്ക് അനുഗ്രഹമാകേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അനേകരെ പുറത്തെടുക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല. വെറുതെയുള്ള വാക്കുകൾ പറഞ്ഞ് ഹൃദയത്തെ ഇടിച്ചു കളയാതെ, സ്തോത്രം, മറിച്ച് വാഗ്ദത്തങ്ങളെ പറയുക, ദൈവത്തിൻ്റെ വചനങ്ങളെ പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ പാടുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കാൻ പോകുന്നു. സ്തോത്രം. നിങ്ങൾ വിസ്മയിക്കുന്ന അത്ഭുതങ്ങൾ ഈ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കാണാൻ പോവുകയാണ്. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആരെന്ന് പറഞ്ഞ് അവർ വിസ്മയിച്ചതുപോലെ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ
വിസ്മയിക്കാൻ പോവുക. ആമേൻ. നിങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെടുത്താനാണ് ഈ പ്രതിസന്ധി. നിങ്ങളുടെ പ്രതിസന്ധിയുടെ വലിപ്പം അനുസരിച്ച് കർത്താവിൻ്റെ മഹത്വവും വെളിപ്പെട്ട് വരും. ആമേൻ. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വലിയ ദൈവമഹത്വവും വലിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും കാണാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഞങ്ങളെ ഉറച്ച് നിർത്തുമാറാക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു നാളും നശിച്ചു പോകുകയില്ലെന്ന് ഞങ്ങൾ കർത്താവ് പ്രഖ്യാപിക്കുന്നു. കർത്താവ് യേശു അവരുടെ ജീവിതത്തിൽ കർത്താവെ വിസ്മയമാക്കുന്ന ഒരു അത്ഭുതം, ആശ്ചര്യമാകുമാറുള്ള അത്ഭുതം കർത്താവെ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും യേശുവിലാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ പ്രശ്നങ്ങൾ കണ്ടതുപോലെ തന്നെ ഇവർ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർ കരഞ്ഞതുപോലെ തന്നെ ഇവർ ആനന്ദിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവർ ഭയപ്പെട്ടതുപോലെ ഇവർ വിസ്മയിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ഇവർക്ക് വേണ്ടി എഴുന്നേറ്റ്, ഇവർ കാറ്റ് കണ്ടെങ്കിൽ, ഇവർ കടലിൻ്റെ ഓളങ്ങൾ കണ്ടെങ്കിൽ, ഇവരിനി ശാന്തതയും കാണാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന, ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകരുന്ന നിലകളിൽ ദൈവത്തിൻ്റെ അധികാരം ഈ വ്യക്തിയുടെ മേൽ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്നു. ദൈവത്തിൻ്റെ നന്മയിൽ പൊതിയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ ബ്ലെസ്സിങ്ങും നന്മകളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിന് ഒത്തിരി വിലയേറിയവരാണ്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.